ചേട്ടാ, നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാനത്തെത്തുകയാണ്. അപ്പോൾ ആ വരവിൻ്റെ പിന്നിലുള്ള ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിനു മുമ്പ് കുറേ വമ്പ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സൂചനയാണോ ഈ വരവ്? നാളെ ശില്പ ഭാരതത്തിൻ്റെ പ്രധാന പൗരൻ തലസ്ഥാന നഗരിയിലേക്ക്, കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിലേക്ക് എത്തുകയാണ്. ഇതിനു മുമ്പൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇപ്രാവശ്യത്തെ വരവിനൊരു പ്രത്യേകതയുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഭരിച്ചു തുടങ്ങിയിട്ട് 27ാമത്തെ ദിവസമാണ് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തുന്നത്. മുമ്പ് തെരഞ്ഞെടുപ്പ് വേളയിലൊക്കെ BJP ഉയർത്തിയൊരു സ്ഥാനമായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയറായിരിക്കും ഇനി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ എയർപോർട്ടിൽ എത്തുക എന്നുള്ളത്. അത് 45 ദിവസത്തിനുള്ളിൽ എത്തുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ 27 ദിവസമായിട്ടുള്ളൂ. നരേന്ദ്രമോദി വാക്ക് പാലിച്ചു. മേയർ, BJPയുടെ മേയർ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ നാളെ അവിടെ എയർപോർട്ടിലുണ്ടാകും. അപ്പോൾ ആ പ്രഖ്യാപനം നടന്നു. ആ ഒരു സംഗതി അവിടെ നടക്കുമെന്ന് നമുക്ക് ഉറപ്പായി. അതുപോലെ തന്നെ ഈ ജനങ്ങളിപ്പോൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതാണ് തിരുവനന്തപുരം മെട്രോയും അതുപോലെ തന്നെ എയിംസും. അപ്പോൾ അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും പ്രധാനമന്ത്രിയുടെ ഒരു വരവിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ 4 ട്രെയിനുകൾ ഇന്ത്യൻ റെയിൽവേ ഫ്ലാഗ് ഓഫ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശമുണ്ട്. ഒപ്പം തന്നെ ഒരു പൊതുസമ്മേളനം, BJPയുടെ ഒരു പൊതുസമ്മേളനമുണ്ട്. ആ പൊതുസമ്മേളനത്തിലായിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ബ്ലൂ പ്രിൻ്റ്, ആ ഒരു വികസന പദ്ധതികളുടെ ഒരു പ്രകാശന ചടങ്ങാണ് അതിലുദ്ദേശിച്ചിട്ടുള്ളത്. ആ ഒരു വികസന രേഖയിൽ ആയിരിക്കണം ഈ പറയുന്ന വികസന പദ്ധതികൾ നാളെ അറിയാൻ കഴിയുക. എന്നാലും നമുക്ക് അതിനെപ്പറ്റിയുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തെ എന്നത്തെയും ആവശ്യമായ മെട്രോ, അത് അതിവേഗം മെട്രോ പദ്ധതി പൂർത്തിയാക്കുക എന്നുള്ളൊരു കാര്യം നാളെ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടോ. ഒപ്പം തന്നെ തിരുവനന്തപുരത്തിൻ്റെ എല്ലാ കാലത്തെയും പ്രശ്നമാണ് മാലിന്യ നിർമ്മാർജ്ജനം. അതെ 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 അത് ഇൻഡോർ മാതൃകയിൽ ഒരു കേന്ദ്രീകൃത മാലിന്യ സംസ്കരണ പ്ലാന്റ് അവിടെ BJPയുടെ ഒരു പ്ലാനിലുള്ളൊരു പദ്ധതിയാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം ഈ നമ്മൾ നാളെ ബ്ലൂ പ്രിന്റ് വരാൻ പോകുന്നതിൽ അതുണ്ടാവുമെന്ന്. അതുപോലെ തന്നെ ഈ ട്രെയിനിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ അതിൽ 3 വരാമണത് അമൃത് ഭാരത് ആണല്ലോ. നമ്മുടെ സാധാരണക്കാർക്ക് ഏറ്റവും അനുയോജ്യമായി അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു ട്രെയിൻ തന്നെയായിരുന്നല്ലോ. അപ്പൊ അതിന്റെ കാര്യങ്ങൾ 4 ട്രെയിനുകളാണ് നാളെ പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്യുക. അതിപ്പോൾ 3 അമൃത് ഭാരത് എക്സ്പ്രസ് ആണ്. ഒരെണ്ണം തൃശ്ശൂർ ഗുരുവായൂർ പാസഞ്ചർ ട്രെയിനാണ്. അമൃത് ഭാരത് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ സാധാരണക്കാർക്ക് താങ്ങാവുന്ന വിധത്തിൽ സാധാരണക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത് അനുവദിച്ചിരിക്കുന്നത്. അതെ അതെ അപ്പോൾ സാധാരണക്കാരുടെ യാത്ര എളുപ്പമാക്കുമെന്ന ഉദ്ദേശത്തോടെ നല്ല പുതിയ ബോഗിയും ഒക്കെയുള്ള പുതിയ ട്രെയിൻ അവിടെ ചെയ്യുകയാണ്. അതൊന്ന് നാഗർകോവിൽ മാംഗ്ലൂരാണ്, ഒരെണ്ണം തിരുവനന്തപുരം താമ്പരം പോകുന്നുണ്ട്, അതേപോലെ തിരുവനന്തപുരം ചാർലപ്പള്ളി, അങ്ങനെ 3 പിന്നെ തൃശ്ശൂർ ഗുരുവായൂർ പാസഞ്ചറുമാണ്. അതാണ് രാവിലത്തെ ആദ്യത്തെ പരിപാടി. രാവിലെ 10:45 ഉത്തരകണ്ഠം മൈതാനിയിലാണ് ഈ ഒരു ഫ്ലാഗ് ഓഫ് ചടങ്ങുകളൊക്കെ നടക്കുക. നേരത്തെ വേറൊരു കാര്യമുണ്ട് ചേട്ടാ, ഇപ്പോൾ ഈ വരവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിൽ തന്നെ ഒരുപാട് ഫ്ലെക്സുകളും മറ്റും ഇപ്പോൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതും റോഡ് കയ്യേറിയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വികസനം ലക്ഷ്യം വെച്ച് ഇങ്ങോട്ട് വരുന്ന ആൾക്കാർ തന്നെ ഇപ്പോൾ ഈ വികസനത്തിന് ഒരു തടയിടുകയല്ലേ, ആ റോഡ് കയ്യേറുകയല്ലേ. അപ്പോൾ അവിടെ ഒരു ഗതാഗത തടസ്സമൊക്കെ വരുമ്പോൾ ജനങ്ങൾ അതിനിപ്പോൾ ചോദ്യം ചെയ്യുകയാണ് വലിയ രീതിയിൽ. അപ്പോൾ അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ശില്പ, വരുന്നത് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. സുരക്ഷാ പ്രോട്ടോക്കോളുകൾ ഉണ്ടാവും, എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഉണ്ടാവും. അപ്പോൾ അത്തരത്തിൽ പക്ഷേ എന്നാലും ഈ റോഡ് കയ്യേറി ഇതൊക്കെ സ്ഥാപിക്കുന്നത് അത് അല്പം കടന്നതല്ലേ? അല്പം കടന്ന കൈയൊക്കെ തന്നെയാണ്. പക്ഷേ തിരുവനന്തപുരത്ത് BJPയുടെ ഒരു ഉത്സവം നടക്കുകയാണ്, ഒരു ആഹ്ലാദ പ്രകടനം നടക്കുകയാണ്. ഒരിക്കലും അതിനെ ന്യായീകരിക്കുന്നില്ല. ഗതാഗത തടസ്സം ഒക്കെ ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ ഇനി കണ്ടറിയണം. ആരോപണങ്ങളല്ലേ. പിന്നീട് ഒരു പാർട്ടിയുടെ ഒരു പൊതുസമ്മേളനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലക്സുകളും തോരണങ്ങളും ഒക്കെ കൊണ്ട് അലങ്കരിക്കും, സ്വാഭാവികമാണ്. അതിപ്പോൾ BJP എന്നില്ല, CPM എന്നില്ല, കോൺഗ്രസ് ഇല്ല, അങ്ങനെ തന്നെയാണല്ലോ, സ്വാഭാവികമാണ്. പക്ഷേ എങ്കിൽ കൂടിയും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യുമായിരിക്കാം. പിന്നെ വേറൊരു കാര്യം എന്തെന്നാൽ ഇപ്പം ആ പ്രഖ്യാപനങ്ങളിൽ നമ്മുടെ നഗരത്തെ മാലിന്യമുക്തമാക്കും എന്നൊരു സംഭവം ഉണ്ടല്ലോ. അപ്പം നമ്മുടെ ഗംഗാ മിഷൻ പോലെ ആമിഴഞ്ചോട് വൃത്തിയാക്കുമെന്നൊക്കെയാണ് പറയുന്നത്. ഗംഗാ മിഷൻ ഇപ്പോൾ എവിടം വരെയായി? ശില്പം, ഞാൻ ഈ ഗംഗാ മിഷൻ, അതായത് നമാമി ഗംഗ എന്നുള്ള പ്രൊജക്റ്റ് നരേന്ദ്രമോദി അവതരിപ്പിക്കുന്നതിന് മുമ്പ് ഗംഗാ നദീ തടങ്ങളിൽ ഞാൻ നേരിട്ട് പോയി കണ്ടിട്ടുണ്ട്. അത്രയും മാലിന്യം നിറഞ്ഞ ഒരു സ്ഥലം. നമുക്കൊന്നും അവിടെ, നമ്മളെ കേരളത്തിൽ നിന്നൊക്കെ പോകുന്ന കുറച്ച് വൃത്തിബോധം കൂടുതലാണല്ലോ, നമുക്കവിടെ നിൽക്കാനോ അല്ലെങ്കിൽ ആ ഒരു പരിസരത്തേക്ക് അടുക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഈ പ്രൊജക്റ്റ് വന്നതിന് ശേഷം ഒരുപാട് സ്ഥലങ്ങളിൽ, ഗംഗ ഒഴുകുന്ന സമതലങ്ങളുടെ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ടാവും. വളരെ ക്ലിയർ, പഞ്ചാര മണൽ പോലെയാണ്. അതിന്റെ അവസ്ഥ എന്താണ്? വളരെ ഗംഗാ നദി പരിശുദ്ധയായി തന്നെ ഒഴുകും. ഈ കഴിഞ്ഞ ദിവസം ഗംഗയിലെ സമീപ പ്രദേശത്ത് ഗാസിയാബാദിൽ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ. ഈ ഗംഗയിലെ ജലവിതരണവുമായി ബന്ധപ്പെട്ട്
മലിനജലം അങ്ങോട്ട് ഒഴുക്കുന്നതും അതുപോലെ തന്നെ ആ പ്രദേശത്ത് ഒരുപാട് പേർക്ക് ഇതുമായി ബന്ധപ്പെട്ട് രോഗങ്ങൾ വന്ന് അവരതിനെതിരെ കുറെ പ്രതികരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ എന്താ പറയാ, ആ ഗംഗാ മിഷൻ അപ്പോൾ അവിടെ ഒരു സക്സസ് ആയിട്ടില്ലല്ലോ. അതെ, പക്ഷേ ഈ ഗംഗാ മിഷൻ, ഗംഗ എന്ന് പറഞ്ഞാൽ വലിയൊരു നദിയാണ്. ഈ നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ഈ ഒരു ഗംഗാ മിഷൻ പദ്ധതി, അതായത് നമാമി ഗംഗെ, അദ്ദേഹം അത് വൃത്തിയാക്കി എടുത്തു. പിന്നീട് പ്രാദേശികമായി വരുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉയർത്തിക്കാട്ടി ഗംഗാ മിഷൻ കംപ്ലീറ്റ് പരാജയമാണ് എന്ന് പറയുന്നതല്ല അർത്ഥമില്ല. പിന്നെ ഇത് ജനങ്ങളും സഹകരിക്കേണ്ട ഒരു വിഷയമാണല്ലോ. ഇത് മലിനമാക്കുന്ന അവിടുത്തെ ആൾക്കാർ തന്നെ ആയിരിക്കില്ല. ഇപ്പോൾ നമ്മൾ പോയിട്ട് അവിടെ മലിനമാക്കാൻ നിൽക്കുന്നില്ലല്ലോ. അപ്പോൾ ആ പ്രാദേശികമായിട്ടുള്ള ആളുകളും കൂടി ശ്രദ്ധിക്കണം. കാരണം അവർക്ക് കിട്ടേണ്ട കുടിനീരാണ്. അപ്പോൾ അവർ നമ്മളെ ഭാരതത്തിൻ്റെ ഒരു സംസ്കാരം എങ്ങനെയാണ്, അമ്മയെപ്പോലെയാണ് നദികളെ കാണുന്നത്. അപ്പോൾ അത് ഒരു വെറും പറച്ചിലല്ല, അത്രയും പരിശുദ്ധിയായി അത്രയും ക്ലീൻലിനെസ് അവിടെ കാത്തു സൂക്ഷിക്കണമെന്ന് തന്നെ. അപ്പോൾ സർക്കാർ എപ്പോഴും വന്നത് ക്ലീൻ ചെയ്യണം എന്നല്ല, ഉപയോഗിക്കുന്ന നമ്മൾക്ക് കൂടി ശ്രദ്ധിക്കാം. എന്തായാലും സംഭവം ദൗർഭാഗ്യകരമാണ്, അത്തരത്തിൽ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയുന്നു. ഈ ഗംഗാ മിഷൻ പദ്ധതി പോലെ അതേ മാതൃകയിൽ നാളെ ഒരു പദ്ധതി പ്രഖ്യാപിക്കാനിരിക്കുന്നുണ്ട്. നമുക്കറിയാം, പാർവതി പുത്തനാറ്, ആമയിഴഞ്ചാൻ തോട്, അതേപോലെ തന്നെ കരമനയാറ്, ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു പദ്ധതി, ഒരു ക്ലീനാക്കാനുള്ളൊരു പദ്ധതി. ഇപ്പോൾ ഈ പാർവതി പുത്തനാറിൻ്റെയൊക്കെ നിലവിലത്തെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗം വേറെ എവിടെയും പോകണ്ട, അത്രയ്ക്കും മോശമായിട്ട് തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയത്തിലൂടെയൊക്കെ ഒഴുകി പോകുന്ന ഒരു. ഈ ആമയിഴഞ്ചൻ തോട് പറയുമ്പോൾ തന്നെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ. അവിടെ ശുചീകരണ തൊഴിലാളി അതിലകപ്പെട്ടു പോവുകയും അത്രയും മാലിന്യങ്ങൾക്കടിയിൽ അയാൾ ഇരുന്നുകൊണ്ട് രക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നതൊക്കെ ഉണ്ടായിരുന്നു. അതെ, ആ അവസ്ഥയ്ക്കൊക്കെ ഒരു മാറ്റം വരട്ടെ. കാരണം ഒരു ഗംഗാ മിഷൻ മാതൃകയിൽ എന്ന് പറയുമ്പോൾ അത് ചെറിയൊരു പദ്ധതി ആയിരിക്കില്ല. ഈ ഒരു നാലാറുകൾ കൂട്ടി, കരമനയാറ്, കള്ളിയാറ്, ആമയിഴഞ്ചാൻ തോട്, പാർവതി പുത്തനാറ്, ഇത് കൂട്ടി സംയോജിപ്പിച്ചുകൊണ്ട് ഒരു പദ്ധതിയാണ് അവിടെ വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും തിരുവനന്തപുരത്തിൻ്റെ കുടിവെള്ള പ്രശ്നങ്ങൾക്ക് അടക്കമുള്ള കാര്യങ്ങൾക്ക് ഈ ഒരു പദ്ധതി വരുന്നതോടുകൂടി ഒരു മാറ്റം വരും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ സൂറത്ത് മാതൃകയിൽ അവിടെ ഒരു കാര്യം വരുന്നുണ്ട്. അതായത് 101 വാർഡുകളിലും, തിരുവനന്തപുരം കോർപ്പറേഷനിലെ 101 വാർഡുകളിലും ഒരു ഡ്രെയിനേജ് പദ്ധതി. അത് സൂറത്ത് മാതൃകയിലാണ്. അപ്പോൾ നമുക്ക് എല്ലാത്തിനും ഓരോ മാതൃക പറയുന്നുണ്ട്. അപ്പോൾ പുതുതായിട്ട് ചെയ്ത് പരാജയപ്പെടേണ്ട കാര്യമില്ല. കാരണം ഓൾറെഡി വിജയിച്ച കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇത് പറയുമ്പോൾ ഒരു കാര്യം ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുക, ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ താജ്മഹലില്ലേ, താജ്മഹലിന്റെ പുറകിലായിട്ടാണ് യമുനാ നദി ഒഴുകുന്നുണ്ട്. അപ്പോൾ അതിന്റെ സമീപ പ്രദേശത്ത് ഇതേപോലെ കുറേ മാലിന്യ കൂമ്പാരങ്ങളും മലിനജലമൊക്കെ ഒഴുകുന്ന ഒരു വീഡിയോ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പങ്കുവച്ചിരുന്നു. അതിന്റെ അടുത്തുകൂടെ പോകുമ്പോഴെങ്കിലും മൂക്ക് കുത്തി പോവുകയും ഇതാണോ ഇന്ത്യ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ. അപ്പോൾ അവിടെ അവർക്ക് അത് അത്രയും സക്സസ്ഫുൾ ആയിട്ട് നടത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇവിടെ വന്നാൽ അതൊക്കെ നടക്കുമോ? ഇപ്പോഴാണ് നേരത്തെ ചിലപ്പോൾ ചോദിച്ചാലുള്ള ഒരു ഉത്തരം കറക്റ്റായി വന്നത്. ഗംഗാ നദിയും യമുനാ നദിയും രണ്ടാണ്. രണ്ട് പ്രദേശങ്ങളിലൂടെ ഒഴുകുന്ന നദിയാണ് നമ്മൾ സംസാരിച്ചത്. അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് നമാമി ഗംഗെ എന്നുള്ള പ്രൊജക്റ്റ് വന്നത് ഗംഗാ നദിയിലാണ്. യമുനാ നദി ഇപ്പോൾ ഈ പറയുന്നത് പോലെ അത്ര വൃത്തികേടില്ലെങ്കിൽ കൂടി ഞാൻ നേരിട്ട് കണ്ടതുകൊണ്ട് പറയാം. പക്ഷേ ആ നദിയോരം പോലെ ഒരു പ്രൊജക്റ്റ് അവിടെ വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു പ്രാദേശികപരമായിട്ടുള്ള ഇതൊക്കെ നടക്കുന്നുണ്ടാവും. ഈ പറഞ്ഞ താജ്മഹലിൻ്റെ പരിസരത്തൊക്കെയുള്ള ഗംഗാ നദി തീരങ്ങളിൽ, യമുനാ നദി തീരങ്ങളിലൊക്കെ വിഷവാതകങ്ങളും പ്രത്യേകിച്ച് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. ഈ ഫാക്ടറികളിൽ നിന്ന് ഒഴുകുന്ന മാലിന്യങ്ങൾ, പിന്നെ അല്ലാതെയുള്ള മലിനീകരണങ്ങളൊക്കെ യമുനാ നദി കരയിൽ നടക്കുന്നുണ്ട്. സത്യമാണ്. ഈ താജ്മഹലിന്റെ പരിസരത്തൊക്കെ പോയി കഴിഞ്ഞാൽ അത്രയും മഹത്തായ ഒരു സ്ഥലമാണ്. അതിന്റെ മുന്നിലും പിന്നിലൊക്കെ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. താജ്മഹലിന്റെ പരിസര പ്രദേശങ്ങൾ ഒരു ഗല്ലി ഏരിയ ഒക്കെയാണ്. നമ്മൾ കാണുന്ന ഫോട്ടോയിലും വീഡിയോയും കാണുന്ന താജ്മഹലിന്റെ ഉൾവശം മാത്രമാണ്. അത് വളരെ മനോഹരമാണ്. പക്ഷേ സാധാരണ ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഗല്ലികളാണ് താജ്മഹലിൻ്റെയും റെഡ് ഫോർട്ടിൻ്റെയും ആ പരിസരം, ഈ ഇതിൻ്റെയൊക്കെ പരിസരത്തുള്ളത്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം വരുമായിരിക്കാം. പിന്നെ ഏതായാലും വലിയൊരു സിറ്റി അല്ലേ. പക്ഷെ അവിടെ നടപ്പാക്കാൻ പറ്റാത്ത ഈ സംഭവങ്ങളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞ് നടപ്പാക്കാൻ പറ്റുമോ? അതാണ് എൻ്റെ സംശയം. ഗംഗാനദി, ഇത്രയും വലിയ നദിയായ ഗംഗാനദി ശുചീകരിക്കാൻ പറ്റുമെങ്കിൽ പക്ഷെ അപ്പോഴും അത് അവിടെ ഒരു പൂർണ്ണമായിട്ടില്ലല്ലോ. വർഷങ്ങളായിട്ട് ഈ ഗംഗാനദിയെ ശുദ്ധീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നടക്കുകയാണ്. പക്ഷെ ഇപ്പോഴും അതിനൊരു അന്ത്യം കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ട്. 98-99% ഗംഗാനദി പരിശുദ്ധമാണെന്ന് നേരിട്ട് കണ്ടാൽ എനിക്ക് പറയാൻ പറ്റും. അത് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വരട്ടെ. നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ എതിർപ്പ് പറയുന്നതിനേക്കാൾ നല്ലത് 27 ദിവസമായിട്ടേ ഉള്ളൂ ആ കോർപ്പറേഷൻ അധികാരത്തിൽ വന്നത്. അത് വലിയൊരു നേട്ടം തന്നെ. കാരണം BJP-യുടെ ചരിത്രത്തിൽ തന്നെ
കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുക്കുന്നതിന് അതെ, ആദ്യമായിട്ടാണ്. അവർക്ക് പ്രവർത്തിക്കാൻ സമയം കൊടുക്കും. അവരുടെ ബ്ലൂ പ്രിൻ്റ് പ്രകാശനം നാളെയാണ്. നാളെ അത് പ്രകാശിപ്പിച്ച് ഇത്തരം പദ്ധതികൾ പ്രഖ്യാപിച്ച് അത് നടത്തിയെടുക്കാൻ ഒരു സമയം വേണമല്ലോ. നമുക്കത് കാത്തിരിക്കാം. നടന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും വിമർശിക്കാം. ഒരു മാധ്യമപ്രവർത്തകരുടെ അവകാശമാണ് സർക്കാരിനെ ചോദ്യം ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ള ആ ഒരു ധർമ്മം നമ്മൾ ചെയ്യും. ജനങ്ങളും ചോദിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഒരു സമയം കൊടുത്ത് കാത്തിരിക്കാം എന്നുള്ളതാണ് പറയാനുള്ളത്. അതേപോലെ തന്നെ ഈ നാളത്തെ ഒരു വലിയൊരു പ്രഖ്യാപനമാണ് ഈ കടലാക്രമണം നേരിടുന്ന തീരപ്രദേശങ്ങൾ. നമുക്കറിയാലോ, സുനാമിക്ക് ശേഷം ശംഖുമുഖം, കടപ്പുറമൊക്കെ ആ ഒരു രീതിയെ അല്ലാതായി പോയിട്ടുണ്ട്. പണ്ടത്തെ ശംഖുമുഖമൊന്നും അല്ല. അതേപോലെ കടലാക്രമണ ഭീഷണി നേരിടുന്ന ഒരുപാട് പ്രദേശങ്ങൾ തിരുവനന്തപുരം ജില്ല അതിൽ അവിടെ ആ ഭാഗത്തൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു പദ്ധതി അവരെ പുനരധിവസിപ്പിക്കാനും ഒപ്പം തന്നെ ആ ഒരു പ്രദേശത്തിൻ്റെ ഘടനയ്ക്കൊക്കെ ഒരു മാറ്റം വരുത്താനുള്ള ഒരു പദ്ധതി അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് ജനൌഷധി കേന്ദ്രങ്ങൾ. സാധാരണക്കാർക്ക് ഒരുപാട് ആശ്വാസമാണ് ജനൌഷധി കേന്ദ്രങ്ങൾ, അറിയാമല്ലോ. അപ്പോൾ തിരുവനന്തപുരത്ത് കൂടുതൽ ജനൌഷധി കേന്ദ്രങ്ങൾ തുറന്ന് സാധാരണക്കാരന് കുറഞ്ഞ ചെലവിൽ ജീവൻ രക്ഷാ മരുന്നുകൾ ലഭ്യമാക്കണം. അതും ഒരു പദ്ധതിയാണ്. ഇതൊക്കെ വാർഡ് തലത്തിൽ നിന്ന് രൂപീകരിച്ച് അഭിപ്രായങ്ങൾ ആ ഒരു സാധാരണ എന്നെയും ശില്പയെ പോലുള്ള സാധാരണ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതായിരുന്നു പ്രവർത്തനം. അത് രൂപീകരിച്ച് അതാണ് നാളെ ഇന്ത്യയുടെ പ്രധാന പൗരൻ തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്യുന്നത് പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ സാധാരണക്കാരൻ്റെ ആഗ്രഹങ്ങളൊക്കെയാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ പറയുന്നതിൽ അവിടെ കുറച്ച് വീടുകൾ നിർമ്മിക്കാൻ പദ്ധതിയുണ്ട്. അപ്പോൾ ഈ കോർപ്പറേഷൻ്റെ ഫണ്ടായാലും കേന്ദ്രത്തിൻ്റെ ഫണ്ടായാലും അതിന് പുറമെ വലിയ വലിയ കമ്പനികളുടെ CSR ഫണ്ട് കൂടി സംയോജിപ്പിച്ചുകൊണ്ട് പാവപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകുക എന്നാണ് പറയുന്നത്. ഒരു വാർഡിൽ 40 വീടാണ് വിഭാവനം ചെയ്യുന്നത്. അങ്ങനെ ഒരു വർഷത്തിൽ 4000 വീടുകൾ നിർമ്മിക്കും. ഒരു 5 വർഷത്തെ ടേമിൽ, ഇവരുടെ 5 വർഷത്തെ ടേം കൊണ്ട് 20,000 ഭവനങ്ങൾ നിർമ്മിച്ച് പാവപ്പെട്ടവർക്ക് നൽകും എന്നുള്ള അതൊക്കെ വലിയ കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഇപ്പോൾ ചിലപ്പോൾ പറയുമ്പോൾ എല്ലാം അങ്ങ് തർക്കിക്കാൻ പറ്റത്തില്ല. നല്ല കാര്യങ്ങൾ കണ്ടാൽ നമ്മൾ നല്ലത് തന്നെ പറയാം. തീർച്ചയായിട്ടും കാത്തിരിക്കാം. ഇവർ പ്രഖ്യാപനങ്ങൾ കടലാസിൽ ഒതുങ്ങിയാൽ പോരാ, ഇത് പ്രാവർത്തികമാക്കണം. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയാം കേട്ടോ. കാരണം വെച്ചാൽ നാളത്തെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത് ഈ ബ്ലൂ പ്രിൻ്റ് പ്രകാശനം ചെയ്യുക എന്നത് മാത്രമല്ല, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സമാരംഭം കുറിക്കലും കൂടി ആയിരിക്കാം. അതാണ് കൃത്യമായ സൂചനയുണ്ട്. അല്ല, ഇപ്പോഴത്തെ ഈ ഒരുക്കങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ്, വരാൻ പോണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതാണ്. കുറച്ച് ദിവസം അമിത്ഷാ വന്നിരുന്നല്ലോ തിരുവനന്തപുരത്ത്. മിഷൻ കേരളം മിഷൻ 2026 എന്നാണ് ആ പദ്ധതി വിശേഷിക്കപ്പെട്ടത്. അതായത് BJP കേരളത്തിലേക്കുള്ള എൻട്രി തുടങ്ങി. ഇനി അടുത്ത 2026 അതാണ് മിഷൻ. BJPയുടെ ഒരു പദ്ധതിയാണ്. അത് കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കുക എന്നുള്ളതാണ്. BJPയുടെ ദേശീയ അധ്യക്ഷനായ നിബിൻ നബി, അദ്ദേഹം ഇപ്പോൾ പുതിയതായിട്ട് ഉത്തരവാദിത്തം ഏറ്റെടുത്താണ്. അദ്ദേഹത്തിൻ്റെ പ്ലാനാണ് ഈ നരേന്ദ്രമോദി കൃത്യസമയത്ത് എത്ര നേരത്തെ ഇവിടെ വരാനും. സാധാരണ ഒരു പ്രധാനമന്ത്രിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് റോഡ് ഷോ ഒക്കെ. നാളെ റോഡ് ഷോയും അവിടെ അരങ്ങേറുന്നുണ്ട്. അത് തീർച്ചയായിട്ടും തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നിയമസഭാ ഇലക്ഷനിലേക്കുള്ളൊരു ഡയറക്റ്റ് എൻട്രിക്ക് നാളെ ആ ഒരു പ്രചാരണ പരിപാടികൾക്ക് സമാരംഭം കുറിക്കാനുള്ളൊരു കാര്യങ്ങൾ കൂടിയാണ് അവിടെ നടക്കുന്നത്. അത് നിബിൻ നബീൻ്റെ ഒരു പ്ലാനിങ്ങിൽ, കോർഡിനേഷനിലാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുമാത്രമല്ല, നാളത്തെ സ്ഥാനാർത്ഥികൾ ഏകദേശം 50 സ്ഥാനാർത്ഥികളെ നാളെ അല്ലെങ്കിൽ ഈ മാസം അവസാനത്തോടെ പ്രഖ്യാപിക്കുമെന്നാണ് BJP കേന്ദ്രങ്ങൾ അറിയിച്ചിരിക്കുന്നതെങ്കിലും സീറ്റ് ഉറപ്പാക്കിയ കുറച്ച് സ്ഥാനാർത്ഥികളുണ്ട്. അവരൊക്കെ പ്രധാനമന്ത്രിയുടെ കൂടെ വേദിയിൽ ഉണ്ടാവും എന്ന് നമുക്ക് അനുമാനിക്കാം. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരെ പോലെയുള്ള ആൾക്കാർ, അവിടെ സീറ്റ് ഉറപ്പിച്ച കുറച്ച് ആൾക്കാരുണ്ട്. 50 സ്ഥാനാർത്ഥികളോളം നാളെ അറിയാം. നാളെ അല്ലെങ്കിൽ ഈ വരുന്ന ദിവസങ്ങളിൽ നമുക്കറിയാം BJPയുടെ സ്ഥാനാർത്ഥികൾ എവിടെയൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ BJPൻ്റെ ഹോംവർക്ക് തുടങ്ങി. നാളെ അതിൻ്റെ ഒരു പ്രാരംഭം കുറിക്കുകയാണ് അടുത്ത ഇലക്ഷനിലേക്കുള്ള. അമിത്ഷായുടെ പ്ലാനും BJPയുടെ പുതിയ നേതൃത്വത്തിൻ്റെ ആ ഒരു പ്ലാനുകളുടെയൊക്കെ ഒരു തിരിതെളിയിക്കലായിരിക്കാം, ഒരു ദീപജ്വലനമായിരിക്കാം നാളെ തിരുവനന്തപുരം കാണാൻ പോകുന്നത് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം. പ്രധാനപ്പെട്ട കാര്യം, നാളെ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് 3 മണിക്കൂർ മാത്രമേ ഉള്ളൂ പ്രധാനമന്ത്രി. അദ്ദേഹം വളരെ എന്താ പറയണ്ടേ, അതെ 25,000 പ്രവർത്തകരായിരുന്നു പങ്കെടുക്കുന്നത്. ഈ തെക്കൻ ജില്ലകളിൽ നിന്നുള്ള വാർഡ് തല സമിതി, കൃത്യമായ പ്ലാനുണ്ട്. തെക്കൻ ജില്ലകളിൽ നിന്നുള്ള വാർഡ് തല സമിതി അംഗങ്ങളാണ് ഇതിനകത്ത് പങ്കെടുക്കുന്നത്.
ഓൾ കേരള അങ്ങനെയൊന്നും വരുന്നില്ല, കൃത്യമായി ആരൊക്കെ പങ്കെടുക്കണം എന്നൊക്കെ അവർ. അപ്പോൾ അത് പ്രത്യേകിച്ച് നേരത്തെ ചോദിച്ചില്ലേ, വാഹന ഗതാഗതത്തിന് തടസ്സമാവുമോ, അവിടുത്തെ സാധാരണക്കാരുടെ ദൈനംദിന ജീവിതത്തിന് ബുദ്ധിമുട്ടാകുമോ, അതൊക്കെ കൊണ്ടായിരിക്കും 25,000 പേര് മതി ഒതുക്കിയത്. റെഡ് അലർട്ട് ആയിട്ടൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതെ 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 അതെ, എയർപോർട്ട് ഇപ്പോഴേ അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അതെ 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 അതെ, പിന്നെ എയർപോർട്ട് ആ സോണൊക്കെ റെഡ് അലർട്ട് ഉണ്ട് കുറച്ച് ഇതായിട്ട്. സാധാരണ സുരക്ഷാ പദ്ധതികളുടെ ഭാഗമുള്ള ഒരു ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ അല്ലേ വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹം പോകുന്നത് തമിഴ്നാട്ടിലേക്കാണ്. തമിഴ്നാട്ടിലെ ചെങ്കൽപ്പേട്ട് ജില്ലയിലെ മധുരാന്തകം എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്കിവിടെ ട്രെയിൻ അനുവദിച്ചതുപോലെ തമിഴ്നാട്ടിലും അനുവദിച്ചിരുന്നല്ലോ ട്രെയിൻ. അതെ 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 അതെ. നാളത്തെ പ്രധാനപ്പെട്ട പരിപാടി നാളെ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കാണ്. ചെങ്കൽപ്പേട്ട ജില്ലയിലെ മധുരാന്തകം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് NDAയുടെ മഹാസമ്മേളനമാണ് നടക്കുന്നത്. അതായത് വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പൊക്കെ മുന്നിൽ കണ്ടുള്ള വലിയ രീതിയിലുള്ളൊരു സമ്മേളനം അവിടെ നടക്കുന്നുണ്ട്. അത് പിന്നെ ഈ BJP പ്രതിനിധികൾക്കപ്പുറം തന്നെ പിന്നെ നമ്മളുടെ AIADMK സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി, അതേപോലെ GK മാധവൻ, ജോൺ പാണ്ഡ്യൻ തുടങ്ങിയ ആൾക്കാരൊക്കെ അവിടെ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത്. നമ്മൾ വേറൊരു കാര്യം പറയാൻ വിട്ടു. 2020യുടെ കാര്യം അറിഞ്ഞു കാണുമല്ലോ. അതെ അതെ, അത്തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഈ 2020യുടെ ചരിത്രത്തിൽ തന്നെ 2020 രൂപീകരിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു പ്രധാന മുന്നണിയുമായിട്ട് കൂടിച്ചേർന്ന് പ്രവർത്തിക്കാൻ പോണത്, അതും NDA ആയിട്ടാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അല്ല, ഇത് അതൊരു മണ്ടത്തരം ആണോ എന്ന് ചോദിച്ചാൽ, NDA ഇങ്ങനെ ഒരു ചേരണമെന്നുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായി കൂടായിരുന്നു. നമ്മളെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പേ ആയിരുന്നെങ്കിൽ ഇരു കൂട്ടർക്കും നേട്ടങ്ങളുണ്ടായേനെ. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു സ്ട്രാറ്റജി ഈ 2020 പിടിച്ചെടുത്ത ചില മണ്ഡലങ്ങളൊക്കെ ഇപ്രാവശ്യം പോയിരുന്നല്ലോ, കയ്യിൽ നിന്നെല്ലാം പോയ അവസ്ഥയാണ്. അതെ അതെ. അല്ല, അത്തരത്തിലൊരു NDA പ്രവേശനം ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും 2020ക്ക് ഏറ്റവും നല്ലത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പേ അത് ചെയ്യാമായിരുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു സ്ട്രാറ്റജി എന്താണെന്ന് അവർ തന്നെ പറയണം. നമുക്കത് ഒന്നും അനുമാനിക്കാൻ വയ്യ. പ്രത്യേകിച്ച് ഇനി നിയമസഭാ ഇലക്ഷനിലൊക്കെ 2020യെ പോലെ ഒരു പ്രാദേശിക പാർട്ടിക്ക് എത്രത്തോളം എന്തൊക്കെയാണ് ചെയ്യാൻ സംഭാവന എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ എങ്കിൽ കൂടിയും എന്തെങ്കിലുമൊക്കെ ഒരു പ്ലാൻ ഉണ്ടായിരിക്കില്ല, അല്ലാതെ ഇതിനൊന്നും ഇറങ്ങി പുറപ്പെടില്ല. എന്തായാലും നാളെ വാക്ക് പാലിച്ചുകൊണ്ട് 27-ാം ദിവസം തന്നെ പ്രധാനമന്ത്രി BJP പ്രവർത്തനം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ജനങ്ങളാണല്ലോ നമ്മളൊക്കെ. അപ്പോൾ നമുക്കൊക്കെ എന്തായാലും തിരുവനന്തപുരം വലിയൊരു മെട്രോ സിറ്റിയായി മാറട്ടെ, നമുക്കും അഭിമാനമല്ലേ അത്. അങ്ങനെയൊക്കെ പ്രഖ്യാപനങ്ങൾ മാത്രമല്ലാതെ വികസന പദ്ധതികൾ വരട്ടെ. അതിൻ്റെ നേട്ടം ഓരോ മലയാളിക്കും ആണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്.